എല്ലാവരും ഓക്കെ അല്ലേ? ഹായ്. 3 പേര്, 3 ഫോൺ. ഒത്തിരി സന്തോഷം. പിന്നെ 2 പേർക്കും ആഹാരം നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആദ്യത്തെ ഇനോഗ്രേഷൻ തന്നെ ഒരു ഇതിപ്പോ ഏട്ടനെ ഒക്കൂല, കുഴിമന്തി ഏട്ടനെ ഒക്കൂല. ഞാൻ വെജിറ്റേറിയൻ ആണ്, എന്നാലും ഫുഡിന്റെ കാര്യം ഞാൻ കഴിക്കുമ്പോൾ ഒരു സന്തോഷം. അത് തന്നെ, കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെയില്ല, വേൾഡ് ക്വിസീനിൽ എല്ലാം വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാം കഴിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുന്നതിൽ വെജും നോൺ വെജും എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുഡിനോട് സ്പെസിഫിക് ആയിട്ടല്ല, നല്ല രുചി എല്ലാം ഇഷ്ടമാണ്. ഞാനെല്ലാം കഴിക്കും, എനിക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല. എല്ലാം കഴിക്കും. ഇത് വേണ്ടേ? മീൻ്റെ പേരെന്താ? അത് ഇവിടേക്കൊന്നും അറിയില്ല, ഇവിടെ ഇല്ല, കിട്ടാനില്ല. നങ്ക് അറിയില്ലേ? നങ്ക് ഇവിടെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇവിടെ ഇല്ല. എവിടാ? അതെവിടെയാ? ഞാന് ഇവിടെ സത്യമായില്ല, കണ്ണൂരിലെ മീൻ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു അയ്യോ നങ്ക്, അത് കാണുമ്പോ ഇങ്ങനെ ആക്രാന്തം, കല്ലുമ്മക്കായ് ഇതൊക്കെ കാണുമ്പോൾ ആക്രാന്തം. അപ്പൊ ഉണ്ടല്ലേ? താങ്ക്സ്, നിങ്ങൾ പറഞ്ഞു തന്നെ അവിടെ പോയി വാങ്ങിക്കാം. നീർദോശയും ചമ്മന്തിയും ഗംഭീരമാണ്. പിന്നെ എന്ത് കുക്ക് ചെയ്താലും ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും. കാരണം എന്തെങ്കിലും കുറവുണ്ട്, ഇതില്ല, അപ്പം അതിന് പകരം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. വരും, അത് അവരുടെ ഫ്രസ്ട്രേഷൻ തീരുന്നത് എന്നാണ് വരും. എന്നാൽ നമ്മൾ കാണാതിരിക്കും. അതുമില്ല. അല്ല, ഇതിൽ തമാശ, ഞങ്ങൾ ഇടാത്ത ഞങ്ങളുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും എടുത്തിട്ട് ഇവരെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ്, 10 ചീത്ത. ഇത് എന്തിനാണാവോ? ഞങ്ങളൊന്നും ഇടാൻ പറഞ്ഞില്ല, ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇവരെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങും. ഇല്ല, ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ സുഹൃത്തെ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാനല്ലേ കമന്റിനും മറുപടി കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് നിർത്തിയിട്ട അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും കമന്റ് ഇട്ടോളൂ. തിരിച്ചു തരില്ല. ഇല്ല, ഇത് പ്രോബബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആ പഴയ ഐഡിയ ഇഷ്ടപ്പെടാതെ പുതിയ ഐഡിയ ഉണ്ടാക്കി അവർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കാം, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണം ഇത്തരം ഈ ഫേക്ക് ഐഡിയയിൽ കളിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഒരാള് പോലും മാറി നിൽക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ അടുത്ത് വന്നു. കൂവേരിയിൽ തെയ്യം കാണാൻ വേണ്ടി പോയി. അവിടുത്തെ ഓരോ ആൾക്കാരും അവർ അത്രത്തോളം സ്നേഹിക്കും. കൂവേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കണ്ണൂർ, ഓരോ ആൾക്കാരും വന്ന് പിന്നെ ഓരോരാൾ നമ്മൾ കാറിൽ കാണുമ്പോഴാണ് വന്നിട്ട് വെള്ളം കുടിക്കുന്നു. അങ്ങനെ അത്രയും സ്നേഹമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ ടീമുകളുണ്ട്, അവർക്കാണ് ഈ പ്രശ്നം. അല്ല, ഈ നാട്ടുകാരൊന്നും അല്ല കമന്റ് ഇട്ടത്. 1-2 ആൾക്കാർ കഷ്ടപ്പെട്ടിരുന്നവര് ഒരു തൊഴിലാക്കി ഉണ്ടാക്കി അവർ ചെയ്യാൻ തോന്നുന്നു. ആവട്ടെ, നല്ല കാര്യം. പിന്നെ അവരോട് പറയാനുള്ള ഗെറ്റ് വെൽ സൂൺ പറഞ്ഞിട്ട് അവർ നന്നാവണില്ല. സത്യം, അത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്ന്, GK പിള്ള സാറിനെ പോലുള്ളൊരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ്റെ അവാർഡ്. 2, പത്രമാറ്റ് തുടങ്ങുന്ന ആ പൈലറ്റ് എപ്പിസോഡ് തൊട്ട് വർക്ക് ചെയ്തതിൽ കിട്ടിയ ഒരു റെക്കഗ്നിഷൻ. 3 കല്യാണം കഴിച്ച് കിട്ടിയ ആദ്യത്തെ ഒരു റെക്കഗ്നിഷൻ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ സന്തോഷമുണ്ട്. എന്താ പറയുക, ക്യാരക്ടറിന് കിട്ടിയ അംഗീകാരമെന്നോ എനിക്ക് എൻ്റെ വർക്കിന് കിട്ടിയ അംഗീകാരമെന്നോ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷമെന്നോ എങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം. എല്ലാ രീതിയിലും വെരി ഹാപ്പി. അതെ, എൻ്റെ കുറേ കാര്യങ്ങൾക്ക് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലോ ഡിഗ്രി എടുത്ത സമയത്ത്, കോൺവെക്കേഷൻ്റെ സമയത്ത് അച്ഛനമ്മയും വന്നിരുന്നു. അവരൊത്തിരി സന്തോഷിച്ചു. അപ്പോൾ ഇനിയുള്ള ഓരോ ഫംഗ്ഷനും അവർ വരണം എന്ന ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അവർക്കും ആ ആഗ്രഹമുണ്ട്, അത് നടക്കുകയും ചെയ്തു. ഒത്തിരി സന്തോഷം. വരാൻ പോവുകയാണ്. അപ്പം എന്തെങ്കിലും തീരുമാനങ്ങൾ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ രണ്ടുപേരും? സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടല്ലേ.
തീരുമാനങ്ങളൊന്നും പറയില്ല, എടുത്തതൊന്നും പറഞ്ഞു നടക്കൂല. അത് പറയില്ല, സീക്രട്ട്. നമ്മളും അറിയില്ല. ഇനി ഇതിന്റെ പേരിലായിരിക്കും ഇനി തീരുമാനങ്ങളൊന്നുമില്ല, എല്ലാം നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും. നല്ല കാലുവേനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എന്താ അല്ല, കഴിഞ്ഞ ദിവസം യാത്രയൊക്കെ വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു? കാലിൽ നല്ല നീര്. അല്ല, അത് ഡ്രൈവ് ചെയ്തത് ചെറിയ ഡിസ്റ്റൻസ് അല്ല. ട്രിവാൻഡ്രം വർക്കല കൊച്ചി, ഊട്ടി പാലക്കാട് തൃത്താല പാലക്കാട് കണ്ണൂർ കൊച്ചി ട്രിവാൻഡ്രം 24-ാം തീയതി തൊട്ട് ഇന്ന് വരെ ഇത്രയും ഉണ്ടായി. ഒരു എങ്ങനെ പോലും ഒരു 2000-2500 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു നന്നായിരുന്നു. ഫാമിലി ആയിട്ട് വണ്ടിയിൽ പോകുമ്പോൾ ഒരു ലോങ് ഡ്രൈവ്, ഇറ്റ്സ് ഗുഡ്. നല്ലത്. ഇന്ത്യ മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ആയുസ് പോരാ. അത്രത്തോളം കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഈവൻ കണ്ണൂർ തന്നെ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് പല ക്ഷേത്രങ്ങളും ഞാൻ കണ്ടിട്ടില്ല, പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഇനിയും കാണാൻ കുറേയുണ്ട്. കണ്ണൂരിൽ തന്നെയുള്ള ആൾക്കാർ. ആ ഒരു സന്തോഷമുണ്ടല്ലേ ഏട്ടൻ? മാടായിക്കാവിൽ പോകാൻ പറ്റി. പോയിട്ടുണ്ടോ? പോകണം കേട്ടാ എല്ലാവരും. കണ്ണൂരിൽ പോയ പറശ്ശിനി പോകണം, മാടായിക്കാവിൽ പോകണം, ചെറുവരം പോകണം, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോകണം. ഇവിടെ കുറേ അമ്പലമുണ്ട്, നിങ്ങളെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഫോർട്ട് ഏഞ്ചലോ അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്. അവിടെ കണ്ണൂർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മക്കാനി ഉണ്ട്, ഒരു സൂഫി സെയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും നമ്മൾ കാണാതെ ഒരു നാട് കാണാൻ തന്നെ കുറേ കാലം എടുക്കും. ഇപ്പോൾ കൊല്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നീണ്ടകരയും വാടി ബീച്ചും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ചുരുക്കമായിരിക്കും. അതല്ലാതെ തന്നെ കുറേ ഇപ്പോൾ നമ്മുടെ ഐലൻഡ്സും അങ്ങനെ കുറേ കൊല്ലത്ത് തന്നെ കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കൃഷ്ണപുരം കൊട്ടാരം കാണാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അതിനകത്തുള്ള കളക്ഷൻ രാശിപ്പലക എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അവിടെ അതെല്ലാം ഡിസ്പ്ലേയിലുണ്ട്. അവിടെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു മ്യൂറലുണ്ട്. അത് സിംഗിൾ മ്യൂറലിൽ ഏറ്റവും വലുതാണ്. അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും കാണാൻ പോകാറില്ല. ഇങ്ങനെ കേരളം കാണാൻ തന്നെ ഒരായുഷ്കാലം എടുക്കും. പിന്നെയാണ് ഇന്ത്യ. കുറേയുണ്ട്, കാണാൻ കുറേയുണ്ട്. തമിഴ്നാട് അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു സൈഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. ഒത്തിരി കാണാനാണ്. കാണാറുണ്ട്. ഇല്ല, 3 സ്കൂളുണ്ട്. മോള് നാട്ടിൽ നിൽക്കുക. ഓക്കെ, താങ്ക് യു.